ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകത ഉണ്ട്. 3 സിനിമകളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 3 സിനിമകളുടെ റിവ്യൂ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് OTT റിലീസ് ചെയ്ത സിനിമകളാണ്. ഞാൻ ഇന്നലെയും മെഞ്ഞാന്നൊക്കെ ആയിട്ട് കണ്ട സിനിമകളാണ്. അപ്പോൾ കുറച്ച് ലേറ്റായി പോയി ഈ സിനിമകളൊക്കെ കാണാൻ. എന്നാലും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ 3 സിനിമ ഒരു വഴിക്ക് 3 പക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു വീഡിയോയിലൂടെ 3 സിനിമകളുടെ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെ സിനിമകളുടെ വിശേഷങ്ങളാണ് നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത്. സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ തുണ്ട്. ബിജു മേനോൻ അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയായിരുന്നു തുണ്ട് എന്ന സിനിമ. തിയേറ്ററിൽ റിലീസ് ചെയ്തും സമ്മിശ്ര പ്രതികരണം നേടി വിജയിക്കാതെ പോയൊരു സിനിമയാണ്. പരീക്ഷയ്ക്ക് തുണ്ടുവെക്കുന്നതും പോലീസ് പരീക്ഷയ്ക്ക് പോലീസുകാർ തുണ്ടുവെക്കുന്നതും അതുകൂടാതെ സ്കൂൾ പരീക്ഷയ്ക്ക് തുണ്ടുവെക്കുന്നതും അതുകൂടാതെ 2 പോലീസുകാരുടെ ഈഗോ ഒക്കെ കാണിച്ചു തരുന്ന കോമഡിയിലൂടെ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് തുണ്ട് എന്ന ഒരു സിനിമ. ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് റിയാസ് ഷെരീഫാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഓക്കെ പെർഫോമൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ബിജുമേൻ എന്തോ ഒരു എനർജി ഇല്ലാത്തത് അങ്ങനെ ഒരു ഫീൽ തോന്നി എനിക്ക് ഈ സിനിമയിൽ. ആ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. ഒരു വെറൈറ്റി രീതിയിലായി ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കാണിക്കുന്ന ആ ഒരു തുണ്ട് വെച്ചുള്ള പരീക്ഷ ആ ഒരു സീനുകളൊക്കെ എഡിറ്റ് ചെയ്ത ആ ഒരു മേക്കിംഗ് ഒക്കെ രസമുണ്ടായിരുന്നു. പെട്ടെന്ന് തീർന്ന് ഓരോ കഥയും ഇങ്ങനെ കാണിച്ച് പോകുന്ന ഒരു രീതിയിലാണ്. എനിക്ക് വലിയൊരു ലൈക്കായിട്ടില്ലെങ്കിലും ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയിട്ടുള്ളത്. അതായത് സമയമുണ്ടെങ്കിൽ ജസ്റ്റ് ടൈം പാസിന് ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടാമത്തെ സിനിമ തമിഴിൽ നിന്നുള്ള സിനിമയാണ്. ബർത്ത് മാർക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ ഡാൻസിങ് റോസിലെ ഷബീർ കല്യാണക്കലും മിർന മേനോനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് ബർത്ത് മാർക്ക് എന്ന സിനിമ. ഒരു സൈക്കോളജിക്കൽ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന സിനിമയാണ്. ത്രില്ലർ ഒന്നും പറയാൻ പറ്റില്ല. ഒരു വില്ലേജിൽ ഭാര്യയും ഭർത്താവും, നമ്മുടെ നായകനും ഭാര്യയും ഭർത്താവായിരിക്കും. നായിക ഗർഭിണിയായിരിക്കും. അവിടെ സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് ഒരു വില്ലേജിൽ വരുന്നതാണ്. അവിടെ ഈ ഇംഗ്ലീഷ് മരുന്ന് കാര്യമൊന്നും നയിക്കില്ല, നാട്ടുവൈദ്യമായിരിക്കും. അപ്പോൾ അവിടേക്ക് വരുന്നതും നായകൻ്റെ കുറച്ച് സൈക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരിക്കും. അപ്പോൾ അവിടെ നിന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഈ നായകനുണ്ടാവും. അതെന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഈ നായികയുടെ ഈ പ്രസവം നല്ലപോലെ നടക്കുമോ, അതിനിടയിലുള്ള ആ ഒരു വില്ലേജിലുള്ള മിസ്റ്ററി എന്താണെന്നുള്ള കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് ബർത്ത് മാർക്ക് എന്ന ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പരീക്ഷണ ചിത്രമാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. തമിഴിലെ ഒരു പരീക്ഷണ ചിത്രം, ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. കുറച്ചൊരു മിസ്റ്ററി കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് അത്ര അങ്ങോട്ട് ക്ലിക്കായില്ല ഈ ഒരു സിനിമ എന്നുള്ളതാണ്. കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കുന്നുണ്ട്. ഏകദേശം 1.25 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യമുള്ളൂ എന്ന് എൻ്റെ ഒരു ഓർമ്മ. കൂടുതലായിട്ടൊന്നും സിനിമയെക്കുറിച്ച് പറയാനില്ല. ജസ്റ്റ് സമയമുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കാണാവുന്ന ഒരു സിനിമ. കുറച്ചുകൂടി ഒന്ന് ആഴ്ന്നിറങ്ങി ചിന്തിക്കുകയാണെങ്കിൽ എന്തൊക്കെയോ ഉള്ളൊരു സിനിമ, ആ രീതിയിൽ കാണാവുന്നൊരു സിനിമയാണ്. എനിക്ക് അത്രയും അങ്ങോട്ട് കത്തിയില്ല ഈ ഒരു സിനിമയുടെ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ. എന്തായാലും കണ്ടു നോക്കുക. തമിഴ് ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. മൂന്നാമത്തെ സിനിമ മിഷൻ ചാപ്റ്റർ 1. അരുൺ വിജയ്, നിമിഷ സജയൻ, എമി ജാക്സൺ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് മിഷൻ ചാപ്റ്റർ 1 എന്നാണ് ഈ ഒരു സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോജിക്ക് എന്ന സാധനം അങ്ങോട്ട് മാറ്റി വെച്ചേക്കണം. ഈ സിനിമ കാണുമ്പോൾ ലോജിക്ക് എന്ന സംഭവം മാറ്റി വെച്ചേക്കണം. പക്ക ഇല്ലോജിക്കൽ മൂവിയാണ്. അതായത് ആക്ഷൻ കാര്യങ്ങളൊന്നുമല്ല. ലണ്ടനിലാണ് ഈ സിനിമയുടെ 50% കഥ നടക്കുന്നത്. അവിടെ ഒരു പ്രിസണിൽ പോകുന്നത്, അവിടുന്ന് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾ കണ്ടു നോക്കുക, സിനിമ കണ്ടു നോക്കുക. രസമുണ്ട്, രസകരമായി തന്നെ ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ നമുക്ക് തീരെ ലോജിക്കില്ല. ഇൻ്റർവെല്ലിന് ശേഷം തീരെ ലോജിക്കില്ല. ലോജിക്ക് കാരണം സംഭവം അങ്ങോട്ട് മാറ്റി വെച്ച് പക്ക ക്ലീഷ സ്റ്റോറിയാണ്. ലോജിക്ക് കാരണം സാധനം വേണ്ട ഈ സിനിമ കാണാൻ. ടെക്നിക്കലി പടം സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അരുൺ വിജയുടെ ഒരു കഥാപാത്രം സൂപ്പറായി ചെയ്തിട്ടുണ്ട്. കിട്ടിലൻ പെർഫോമൻസ് ആയിരുന്നു. ആക്ഷൻ രംഗങ്ങളൊക്കെ സൂപ്പറായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ലോജിക്ക് കാരണം സംഭവം മാറ്റി വെച്ച് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. അവിടേക്ക് അങ്ങനെ നടക്കുമോ? ഇന്ത്യയിൽ നിന്ന് ഒരാൾ പോയിട്ട് ലണ്ടനിലെ ജയിലിൽ പോയിട്ട് അവിടെ വലിയ സംഭവമായിട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്.
പിന്നെ അവിടുത്തെ മറ്റുള്ള പോലീസുകാരൊക്കെ നോക്കുകുത്തികളായി നിന്നിട്ട് നമ്മുടെ നായകൻ സ്റ്റാറായി മാറുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്താ പറയുക, ജസ്റ്റ് ഒരു മൂവി ആ ഒരു രീതിയിൽ സമീപിച്ച് പിന്നെ ഒരു ലോജിക്ക് മാറ്റി വെച്ച് സിനിമ എന്ന് പറയുന്ന ലോജിക്കില്ലാത്ത സംഭവം തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. നിങ്ങൾ കേൾക്കാത്ത കഥകൾ എന്താ പറയുക, എല്ലാം കെട്ടുകഥകളാണെന്ന് പറയുന്നില്ല ആടുജീവിതത്തിലെ ആ സംഭവം. അതുപോലെ ഒരു കെട്ടുകഥ ആ രീതിയിൽ നമ്മളെ ഈ ഒരു യൂണിവേഴ്സിലല്ല വേറൊരു യൂണിവേഴ്സിൽ നടക്കുന്ന രീതിയിലൊക്കെയാണ് നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാമല്ലോ. ആ രീതിയിലാണ് സിനിമയുടെ മേക്ക് ചെയ്തിട്ടുള്ളത്. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ആക്ഷൻ മൂവിയാണ്. ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും കണ്ടു നോക്കാവുന്നതാണ്. പക്ക ക്ലീഷ സ്റ്റോറിയാണ്. ഇൻ്റർവെല്ലിന് ശേഷം ലോജിക്ക് മാറ്റി വെക്കുക. ഓക്കെ, അത്രയാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്തായാലും മിഷൻ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ സിനിമ ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയിരിക്കുന്ന ഈ 3 സിനിമകളാണ്. തുണ്ട്, ബർത്ത് മാർക്ക്, അതുപോലെ തന്നെ മിഷൻ ചാപ്റ്റർ 1. ഈ 3 സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഇതുപോലെ 2-3 സിനിമകളുടെ വിശേഷങ്ങളായിട്ട് ഇനിയും നിങ്ങൾക്ക് മുന്നിൽ എത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഈ 3 സിനിമകൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, തുണ്ട്, ബർത്ത് മാർക്ക്, മിഷൻ ചാപ്റ്റർ 1 ഈ 3 സിനിമകളുടെ സിനിമകൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും